180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്? നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്തക്കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും. അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ വളരെ വൈകിയ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈലിലെ ഏറ്റവും വലിയ പോളിക്ലിനിക്കായ, പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. അപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിനെ തരിച്ച് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക. അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ BP മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ RBC, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് RBC അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത്. ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ളൊരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒട്ടനവധി പ്രവർത്തനങ്ങൾ. അതെ. ഒന്ന് സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5-5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടയിലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്.
ക്രോണിക് കിഡ്നി ഡിസീസസിന് പല സ്റ്റേജിലാണ്, 5 സ്റ്റേജുകളായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ 4-മത്തെയോ 5-മത്തെ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്. അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡാണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ നുര എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? എന്താണ് ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളൊന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും വന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ കാണാം, മൂത്രത്തിൽ കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലിയർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും. അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ വൃക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അത് 2 തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് സാധാരണ ചെയ്യാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്നുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്ലാമിൽ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കുകളായിട്ട് 3 ഇറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങൾ. അപ്പം മിതമായൊരു അളവിൽ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു പൊതുവെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും. ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഇത്രയെന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല. പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അപ്പോൾ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷവും ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു ഒരു ശൈലിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്തക്കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും. അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല. ഇത് നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണമല്ലോ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ, അതോ എന്താണ് അതിൽ പറയാനുള്ളത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷർ ഉള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ ഹെർബൽ എന്ന വിഷയത്തിൽ നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
അപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ പൊട്ടാസ്യം, ഇതൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറം തള്ളില്ല. ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിള്, നമ്മുടെ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാവുന്നതുള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൺ, അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യമാണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസ് റേഡിയോയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരാണ്. താങ്കളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ ഈ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഈ ഇന്നത്തെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും ഇഹലോകവും പരലോകവുമൊക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ. ഈ പരിപാടി ശ്രവിച്ച മുഴുവൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.